അടച്ചുപൂട്ടലിനെ തുടർന്ന് അമേരിക്കയിൽ കൂടുതൽ വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് വാർത്ത. 10% സർവീസുകൾ നിർത്തലാക്കും. അടച്ചുപൂട്ടൽ കാരണം ജീവനക്കാരുടെ കുറവ് വന്നതിനെ തുടർന്നാണിത്. സർവീസുകളെ ബാധിക്കില്ല എന്ന് സൂചന വരുന്നുണ്ട്. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, ശരിക്കും പറഞ്ഞാൽ ഓടിക്കുന്ന വിമാനത്തിൽ കയറാൻ ജീവനക്കാരില്ലാത്ത അവസ്ഥയായോ അമേരിക്കയിൽ? അമേരിക്ക ഈസ് എ വണ്ടർഫുൾ കൺട്രി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു നമ്മളൊക്കെ ഇവിടെ. US ഗവൺമെന്റ് അടച്ചുപൂട്ടൽ വലിയ തോതിൽ അമേരിക്കൻ വ്യോമയാന മേഖലയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന വിമാന കമ്പനികളെല്ലാം ഈ പ്രതിസന്ധി കാരണം നൂറുകണക്കിന് സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാന വിമാനത്താവളങ്ങളിൽ ഇന്ന് മുതൽ 4% മുതൽ ഈ വിമാന സർവീസുകൾ റദ്ദാക്കാനുള്ള നടപടിയായിട്ട് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. ഇത് 10% വരെ കൂടും. അതായത് 6% നവംബർ 11, അതുപോലെ 8% നവംബർ 13, നവംബർ 14 10%-ഓളം വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വരും ഈ ഷട്ട് ഡൗൺ തുടരുകയാണെങ്കിൽ എന്നാണ് ഈ വൈറ്റ് ഹൗസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. വിമാന കമ്പനികൾ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത പണം ഇതോടുകൂടി തിരികെ നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയും വരും. അമേരിക്കയിലെ 40 പ്രധാന വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ 10% കുറവുണ്ടാകുമെന്ന് ഇന്നലെ ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് എയർ ട്രാഫിക് കൺട്രോളർമാർക്കാണ്. 37 ദിവസമാണ് ഇപ്പോൾ ഈ സർക്കാർ അടച്ചുപൂട്ടൽ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 13,000 എയർ ട്രാഫിക് കൺട്രോളർമാരും അതുപോലെ 50,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരും ശമ്പളമില്ലാതെയാണ് ഇപ്പോൾ ജോലി ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു വശത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും അതുപോലെ റിപ്പബ്ലിക് പാർട്ടിയുടെയും സെനറ്റർമാർ ഈ അടച്ചുപൂട്ടൽ ഒഴിവാക്കാനുള്ള ചർച്ചകളും ഉഭയകക്ഷി ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അത് ഫലത്തിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം വെള്ളിയാഴ്ചയോടെ 42 ദശലക്ഷം താഴ്ന്ന വരുമാനക്കാരായ അമേരിക്കക്കാർക്ക് ഭക്ഷ്യസഹായം പൂർണ്ണമായി നൽകണമെന്ന് ഒരു ഫെഡറൽ ജഡ്ജിന്റെ വിധിയും ഇന്ന് വന്നിട്ടുണ്ട്. മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.